ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടക്കാം. അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഉറപ്പായിട്ടും മസ്റ്റായിട്ടും നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്കും ഹൈപ്പും കൊടുത്തിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പൊ നേരെ വിശേഷത്തിലേക്ക് തന്നെ കടന്നാലോ. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നതേ മുത്തശ്ശിനെയാണ്. അങ്ങനെ മുത്തശ്ശൻ പറയാണ്, നമ്മൾ വിചാരിച്ച പോലെയല്ല കാര്യങ്ങൾ സംഭവിക്കുന്നത് എങ്കിൽ, മറിച്ചാണെങ്കിൽ അതുപോലെ നമ്മുടെ നയന ജയിലിലേക്ക് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും ആദർശല്ലായിരിക്കും എല്ലാവരെയും ഇല്ലാതാക്കാൻ പോകുന്നത്. ഞാൻ എല്ലാവരെയും ചൂട്ടി ചാമ്പലാക്കുന്നു. ഏതായാലും ഇത് കേട്ടു മുത്തശ്ശിക്ക് എന്താ പറയാ, ഭയങ്കര വിഷമമൊക്കെ തന്നെയാണ്. അപ്പോഴാണ് നമ്മുടെ ദേവയാനി അങ്ങോട്ടേക്ക് കടന്നു വരുന്നത്. ദേവയാനി പറഞ്ഞു, എന്താ അച്ഛൻ ഇങ്ങനെ മാറി നിൽക്കാതെ, മനസ്സിൽ എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് ഈ കേസ് എങ്ങനെയും അവസാനിപ്പിച്ച് നയനെ രക്ഷിക്കത്തില്ലായിരുന്നോ? ഇത് കോടതി വരെ നീട്ടേണ്ട കാര്യം ഉണ്ടായിരുന്നോ? അപ്പൊ നമ്മുടെ മുത്തശ്ശി പറഞ്ഞു, അത് തന്നെയല്ലേ ഞാനും ഇപ്പൊ ഇദ്ദേഹത്തിനോട് പറഞ്ഞത്. അപ്പൊ നമ്മുടെ മുത്തശ്ശൻ പറഞ്ഞു, നീ അങ്ങോട്ടേക്ക് പോകുന്നില്ലേ കോടതിയിലേക്ക്? അതിന് എനിക്ക് പറ്റില്ല അച്ഛാ. ഞാൻ എന്തിനാ അങ്ങോട്ടേക്ക് പോകുന്നത്? മോളെ ഇനി റിമാൻഡ് ചെയ്യുകയാണെങ്കിൽ അത് കണ്ടോണ്ട് നിൽക്കാൻ എനിക്ക് കഴിയത്തില്ല. അച്ഛൻ ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കത്തില്ലായിരുന്നോ? ഞാന് ചിലപ്പം എല്ലാം കണ്ട് തകർന്ന് പോകും. ഞാനും ഒരുപാട് തവണ നിന്റെ മോനോട് പറഞ്ഞതാ, ശത്രു നിസാരക്കാരനല്ലെന്ന്. അതാരാണെങ്കിലും അവരുണ്ടല്ലോ, ഭീരു അല്ലെങ്കിൽ എന്റെ മോനെയും മോളെയും ഇങ്ങനെ ചതിയിൽ പെടുത്തില്ലായിരുന്നു. ബിസിനസ് തകർക്കാന് വളഞ്ഞ വഴി സ്വീകരിക്കത്തില്ലായിരുന്നു. ഓ, ഈ സമയത്ത് ഈ സംഭവങ്ങളൊക്കെ കാണുമ്പോൾ നിന്റെ മോന്റെ വാശി കൂടേണ്ടതല്ലേ? അവന് ആവേശത്തോടു കൂടി തന്നെ ആ പാളിച്ചകളൊക്കെ കണ്ടെത്തേണ്ടതല്ലേ? അതിനൊന്നിനും അവനെ കൊണ്ട് കഴിയുന്നില്ലല്ലോ എന്ന് ഓർത്തിട്ട് സത്യത്തിൽ ദേവയാനി എനിക്ക് അവനോട് പുച്ഛം തോന്നുന്നത്. അച്ഛാ വേണ്ട, ആ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ. നയനമോളുടെ ഇപ്പോഴത്തെ കാര്യം അറിയത്തില്ലേ, അവസ്ഥ അറിയത്തില്ലേ? അവളുടെ 3-ാം മാസത്തെ ചടങ്ങിന് കൂടി അച്ഛൻ വന്നിട്ടില്ല. അതൊക്കെ പോട്ടേന്ന് വെക്കാം. പക്ഷെ ഇതുപോലെ മോൾക്കൊരു ആപത്തുണ്ടാകുമ്പോ പോലും മോളെ സഹായിക്കാത്ത അച്ഛന്റെ നിലപാട് എനിക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല. എനിക്ക് അതിനെ കൊണ്ട് പറ്റണില്ല. അച്ഛൻ തന്നെയാണോ ഇത്? നയനമോൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനത്തെ ഒരു വിഷമം വരത്തില്ലായിരുന്നു, ഒരിക്കലും വരില്ലായിരുന്നു. ഇത് ഒരു തെറ്റും ചെയ്യാതെയാ ഒരു ദിവസം മുഴുവൻ എന്റെ മോള് ലോക്കപ്പിൽ കിടന്നത്. അവൾ എന്ത് തെറ്റാ ചെയ്തത്? അതും ഈ ഒരു സമയത്ത്. ഇനിയിപ്പൊ ജയിലിൽ കൂടി കിടക്കേണ്ടി വന്നാൽ പിന്നെ നമ്മളൊക്കെ ചത്തു കളയുന്ന അച്ഛാ നല്ലത്. ജീവിച്ചിരുന്നിട്ട് പിന്നെ യാതൊരു പ്രയോജനവുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ദേവയാനി ദേഷ്യം വന്നിട്ട് ഇറങ്ങിപ്പോയിട്ടോ. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ മുത്തശ്ശിക്ക് കരച്ചിൽ കൂടി കേട്ടോ. എന്നിട്ട് പറഞ്ഞു, ദേവയാനി പറഞ്ഞത് ഇദ്ദേഹം കേട്ടില്ലേ? എന്നിട്ട് എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നത്? എല്ലാവരും പറയുന്നതൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട് വസന്തരെ. താൻ ടെൻഷൻ അടിക്കേണ്ടെന്നേ. ദേവയാനി പറഞ്ഞതുപോലെ ഒന്നും സംഭവിക്കത്തില്ല. സംഭവിക്കാൻ പോകുന്നത് നല്ലത് മാത്രമായിരിക്കും. ഒരു ദിവസം നയനമോൾക്ക് ലോക്കപ്പിൽ കിടക്കേണ്ടി വന്നു. അതിനെനിക്ക് ഒരുപാട് വിഷമമുണ്ട്. ആ വിഷമത്തിന് ഞാൻ പരിഹാരം കണ്ടെത്തിക്കോളാം. ആർക്കും ഇതിനൊരു വിഷമം വേണ്ട. എല്ലാവരും സന്തോഷിക്കുന്ന ദിവസമായിരിക്കും ഇന്ന്. നയനമോള് ഇന്ന് പുറത്തിറങ്ങും എന്നൊക്കെ. ഏതായാലും ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ അജയനെയാണ് കേട്ടോ. അജയനയല്ല, ജയനെയാണ്. അപ്പൊ ജയന ഇങ്ങനെ പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ നമ്മുടെ നയനയുടെ ഫോട്ടോ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ആകെപ്പാടെ തകർന്നിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ ദേവയാനി അങ്ങോട്ടേക്ക് ജയന്റെ അടുത്തേക്ക് കടന്നു വരുന്നത്, മുത്തച്ഛന്റെ അടുത്ത് പോയി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്. അപ്പോഴത്തേക്കും തന്നെ നമ്മുടെ ജയൻ പറഞ്ഞു, ദേ നോക്കിക്കേ, പത്രത്തിൽ വാർത്ത വന്നിട്ടുണ്ട് ദേവയാനി, നീ നോക്കെന്ന് പറഞ്ഞ് അത് കാണിച്ചു കൊടുത്തപ്പോഴത്തേക്ക് അതുകൂടെ കണ്ടു കഴിഞ്ഞപ്പോ ദേവയാനിയുടെ പിടി അങ്ങ് വിട്ടു പോവുകയാണ് കേട്ടോ. നയനയുടെ കളർ ഫോട്ടോയാണ് വന്നിരിക്കുന്നത്, ഡ്രൈവറിന്റെ ഫോട്ടോയും ഉണ്ട്. കള്ളക്കടത്ത് സ്വർണമായിട്ട് സ്വർണ വ്യാപാരി അനന്തമൂർത്തിയുടെ മരുമകൾ പോലീസ് പിടിയിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് തലക്കെട്ടെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്കും തന്നെ മുത്തശ്ശനും മുത്തശ്ശിയും വന്നു കേട്ടോ അങ്ങോട്ടേക്ക്. അപ്പോഴത്തേക്കും നമ്മുടെ മുത്തശ്ശനെ കാണിച്ചു കൊടുക്കുക, നോക്കച്ച പത്രത്തിലും വാർത്ത വന്നു കഴിഞ്ഞു. പത്രക്കാര് നല്ല രീതിയിൽ നിറം പിടിപ്പിച്ച വാർത്തകൾ എഴുതി ചേർത്തിട്ടുണ്ട്. അതെനിക്ക് കാണണമെന്നില്ല മോളെ. പത്രത്തിൽ വന്നത് അവരുടെ സൃഷ്ടിയല്ലേ, അത് നമ്മളിപ്പോ നോക്കിയിട്ട് കാര്യമില്ലല്ലോ. പിന്നെ ഈ കേസ് ഉണ്ടാക്കിയവര് പറഞ്ഞു കൊടുത്ത് എഴുതി പിടിപ്പിക്കുന്നതായിരിക്കും. അത് പിന്നെ ഏതൊക്കെ രീതിയിലാച്ചാ അവര് നമ്മൾ തകർക്കാൻ നോക്കുന്നത്. എന്നിട്ടും പുറത്തു പോയ നിന്റെ മോനെ ഇതിന്റെ പിന്നിൽ ആരാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലല്ലോ ദേവയാനി. അത് ഓർത്തിട്ടാ വീണ്ടും എനിക്ക് കഷ്ടം തോന്നുന്നെന്ന്. അപ്പോഴത്തേക്കും നമ്മുടെ ജയം പറഞ്ഞു, ഇപ്പൊ അതിനെക്കുറിച്ചൊക്കെ പറയേണ്ട സമയമാണോ അച്ഛാ? എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് നയനയെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കുകയല്ലേ ചെയ്യേണ്ടത്, അവളെ ജാമ്യത്തിൽ എടുക്കുകയല്ലേ ചെയ്യേണ്ടത്. അല്ലാതെ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ അച്ഛാന്ന് ചോദിക്കുമ്പോ, ഇതൊക്കെ ഇപ്പോഴും പറയാനേ പറ്റത്തുള്ളൂ. ഇതൊക്കെ ഇപ്പൊ തന്നെ ഞാൻ പറയും. കാരണം നിന്റെ മകന്റെ പിടിപ്പുകേടാ ഇത്. ഭാര്യ ജയിലിൽ കയറിയിട്ടുണ്ട്, ഭാര്യ ലോക്കപ്പിൽ കിടന്നിട്ടുണ്ട്, കോടതിയിലൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ അത് നിന്റെ മകന്റെ പിടിപ്പുകേട് തന്നെയാ. അത് നീ ആദ്യം മനസ്സിലാക്കുക.
ഈ സമയത്ത് നമ്മുടെ ദേവയാനി പറഞ്ഞു, ഡേവിഡ് എന്ന് പറയുന്ന ആളല്ല AM ജ്വല്ലറിയുടെ MD, അത് വേറെ ആരോയാ, അയാൾക്ക് മുകളിൽ വേറെ ആരൊക്കെയുണ്ട്. അതെ, അയാൾക്ക് പുറകിൽ വേറെ ആരൊക്കെയുണ്ട്, അത് ഞാൻ എത്ര തവണ പറഞ്ഞതാ. നമ്മള് രണ്ട് കണ്ണുകൾ എപ്പോഴും വീക്ഷിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അയാളെ ഏർപ്പെടുത്തിയ ആളുകൾ നമ്മളെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അത് ആരാണെന്ന് കണ്ടെത്താതെ ഈ അത്യാഹിതങ്ങളൊന്നും ഒഴിഞ്ഞു പോകത്തില്ല. അത് കണ്ടെത്താനാണ് ഞാൻ ആദർശനോട് പറഞ്ഞത്. അതിന് ഇതുവരെ അവന് കഴിഞ്ഞിട്ടില്ല. അത് പിന്നെ ഈ കുടുംബത്തിനോട് ഇത്ര ശത്രുത ആർക്കാ ഉള്ളതെന്ന് ഞാൻ ആലോചിക്കുന്നത്. അമ്മയാകാൻ തയ്യാറെടുക്കുന്ന നിന്റെ മരുമകളാണ് ഈ കഴിഞ്ഞ ദിവസം ലോക്കപ്പിൽ കിടന്നത്. അറിയാലോ, ഇന്നിതേ കോടതി കയറുന്നു. ഇനിയിപ്പം എന്തൊക്കെ സംഭവിക്കുന്ന ദൈവത്തിനറിയാം. സ്വന്തം ഭാര്യയ്ക്ക് ഇങ്ങനെ സംഭവിക്കുന്നത് കണ്ടിട്ടും നിന്റെ മകന് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എങ്കിൽ അത് അവന്റെ പരാജയമാണ്. നമ്മൾ അതിന് എന്ത് ചെയ്യാനാണ്? അങ്ങനെ ഒരുത്തൻ മൂർത്തീസ് ജ്വല്ലറിയെ നയിക്കാൻ പ്രാപ്തനല്ല എന്ന് തന്നെയാണ് ഞാൻ ഏത് നിമിഷവും പറഞ്ഞുകൊണ്ടിരിക്കുന്നതും. അവനെ അതുകൊണ്ടാണ് MD സീറ്റിൽ നിന്ന് മാറ്റിയത്. അത് പിന്നെ അച്ഛാ, കോടതി നയനമോളെ റിമാൻഡ് ചെയ്യാതിരുന്നാൽ മതിയായിരുന്നു. എനിക്ക് നവീനിൽ വിശ്വാസമുണ്ട്. എങ്കിലും അച്ഛൻ പറയുന്നത് പോലെ പ്രബലനായ ഒരു ശത്രു ഇതിന്റെയൊക്കെ പിന്നിലുണ്ടെങ്കിൽ അയാളും വെറുതെ ഇരിക്കത്തില്ലല്ലോ എന്ന് ജയന്. അപ്പോഴത്തേക്കും വീണ്ടും ജയൻ പറഞ്ഞു, നയനമോൾക്കുണ്ടാകുന്ന തിരിച്ചടി ഈ കുടുംബത്തിനെ മുഴുവൻ തകർക്കുമെന്ന് ഇതിന്റെ പിന്നിലുള്ളവർക്ക് എല്ലാവർക്കും അറിയാം. അവളുടെ തകർച്ച നമ്മളൊന്നും ആഗ്രഹിക്കുന്നതല്ലല്ലോ. അതുകൊണ്ട് അവരും രണ്ടും കൽപ്പിച്ചായിരിക്കും കോടതിയിലേക്ക് വരുന്നതും വാദിക്കുന്നതും ഒക്കെ. എല്ലാം അതനുസരിച്ചല്ലേ? അതെ ജയ, നയന എന്തായാലും ജയിലിലേക്ക് പോവില്ലെന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ. എനിക്ക് ആ ഒരു പ്രതീക്ഷയോട് കൂടി ഇരിക്കാനല്ലേ പറ്റത്തുള്ളൂ. നിന്റെ മോനെ എനിക്ക് വിശ്വാസമില്ല എങ്കിലും നവീൻ എനിക്ക് നല്ല വിശ്വാസമുണ്ട്. അവൻ മിടുക്കൻ തന്നെയാണ്, മിടുക്കനായ ഒരു വക്കീലാണ്. അതുകൊണ്ട് മിക്കവാറും നയന ജയിലിലേക്ക് പോകാൻ യാതൊരു ചാൻസും ഇല്ല. 100% നയന ജയിലിലേക്ക് പോകത്തില്ല എന്ന് പറഞ്ഞിട്ട് തന്നെ മുത്തച്ഛൻ അങ്ങോട്ടേക്ക് പോവുകയാണ് കേട്ടോ. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡേവിഡിന്റെ വക്കീലും കൂടെ സംസാരിക്കുന്നതാണ്. അങ്ങനെ പറയുകയാണ്, ഒരു ഗോൾഡൻ ചാൻസ് ആ കിട്ടിയിരിക്കുന്നത്. കള്ളക്കടത്ത് സ്വർണം പിടിച്ചെടുത്തിരിക്കുന്നത് അവളുടെ കാറിൽ നിന്നാണ്. അതുകൊണ്ട് വക്കീല് ചേച്ചിയെ അനിയത്തിനെയും കോടതിയിലിട്ടൊന്ന് വട്ടം കറക്കണം. ഇത് നിസ്സാര കേസല്ലേ സാറേ, അനന്തപുരിയിലെ മരുമകളല്ലേ. അപ്പൊ അവക്ക് വേണ്ടി ഹാജരാകാൻ പോകുന്നത് ആ പയ്യനായിരിക്കും നവീന്, നരസിംഹം സാറിന്റെ കൊച്ചുമകൻ നവീന്. അവൻ മിടുക്കനാണെന്നാ കേട്ടത് വക്കീലെ ഞാനും. അവൻ മിടുക്കനൊക്കെ അതെ എവിടെ എന്ന് വെച്ച് പോലീസ് വ്യക്തമായിട്ട് തെളിവ് സഹിതം പിടിച്ച കേസല്ലേ. അവിടെ ആ പയ്യനെ എന്ത് മല മറിക്കാനാ. എന്തായാലും ശരി വക്കീലെ, നമ്മുടെ ഭാഗം ജയിക്കണം. എനിക്ക് അത് മാത്രമേ പറയാനുള്ളൂ. CI എന്റെ ആളായതുകൊണ്ട് ജാമ്യം കൊടുത്തിട്ടില്ല. പക്ഷെ കോടതിയെ സ്വാധീനിക്കാൻ നമുക്ക് പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് അവിടെ വക്കീല് കഴിവ് തെളിയിക്കണം, വക്കീലിന്റെ കഴിവ് കാണിക്കണം. എന്ന് വെച്ചാൽ ഈ കേസിൽ അവളെ റിമാൻഡ് ചെയ്യണം. അവളെ 14 ദിവസമെങ്കിലും റിമാൻഡ് ചെയ്ത് ജയിലിൽ കിടക്കണം. അല്ല, അവള് പ്രഗ്നന്റ് ആണല്ലേ? അതെ. അങ്ങനെയുള്ള ഒരു ജയിലിൽ കിടന്നാലേ അവളെ സ്നേഹിക്കുന്നവര് മുഴുവൻ തകർന്നു പോകത്തില്ലേ വക്കീലെ? ആ തകർച്ചയാണ് നമുക്ക് വേണ്ടത്. അനന്തപുരി തറവാട്ടിന്റെ മൂർത്തീസ് ജ്വല്ലറിയുടെ തകർന്ന് തരിപ്പണമാകണം. കുളം തോണാൻ ഉറപ്പിച്ച വക്കീലെ ഞാൻ ഈ നാട്ടിലേക്ക് വന്നത്. അതെനിക്ക് മനസ്സിലായി. പക്ഷെ അതിനു മാത്രം സാറിന് വൈരാഗ്യം തോന്നാൻ കാരണം എന്താന്ന് എനിക്കറിയത്തില്ലാത്തത്. വക്കീല് ചോദിക്കുന്ന പൈസ ഒരു മടിയും കൂടാതെ കൃത്യസമയത്ത് ഞാൻ എത്തിച്ചു തരുന്നുണ്ടല്ലോ. ഞങ്ങളുടെ എല്ലാ കേസുകളും വക്കീല് തന്നെയാണല്ലോ വാദിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് മറു ചോദ്യം ഒന്നും ഇങ്ങോട്ട് വേണ്ട. ഞങ്ങൾ പറയുന്നത് പോലെ അങ്ങ് ചെയ്താൽ മാത്രം മതി. പിന്നെ നമ്മുടെ സംസാരം മൂന്നാമതൊരാള് അറിയാൻ പാടില്ല. അനന്തമൂർത്തി കരയണം, പിഴിയണം, ചണ്ടിയാകണം. എനിക്ക് അത്ര മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഡേവിഡ് അങ്ങ് പോവാണ് കേട്ടോ. ചുമ്മാതെയാട്ടോ, ഡേവിഡിന്റെ അല്ല ആരുടെയും കളി നമ്മുടെ നയനയുടെ അടുത്ത് നടക്കാൻ പോകുന്നില്ല. നമ്മുടെ വക്കീല് നവീൻ ഉള്ളത് കൊണ്ട് തന്നെ നയനയെ രക്ഷിക്കുക, അത് ഉറപ്പായ കേസാണ്. ഈ സമയം പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് കോടതിയിലേക്ക് പോലീസ് നമ്മുടെ നയനയെ കൊണ്ടുവരാണ് കേട്ടോ. അപ്പം കൂടെ നന്ദു ഉണ്ട്. അപ്പൊ നന്ദു ചോദിക്കുന്നുണ്ട്, ചേച്ചിക്ക് പേടിയുണ്ടോ എന്ന് ചോദിച്ചപ്പോ എനിക്കോ പേടിയോ, എന്തിനാ, എനിക്കൊരു പേടിയില്ല, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, പിന്നെ എന്തിനാ ഞാൻ പേടിക്കുന്നതെന്ന്. ആ സ്പോട്ടിൽ തന്നെ നമ്മുടെ ആദർശും വന്നു, അതേ സ്പോട്ടിൽ തന്നെ നമ്മുടെ നവീനും വന്നു കേട്ടോ. അപ്പൊ എല്ലാവരും ഉണ്ട്. അങ്ങനെ നമ്മുടെ നയനയുടെ അടുത്തേക്ക് ആദർശം ഓടി വന്നിട്ട് സംസാരിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും പോലീസുകാരൻ പറഞ്ഞു, അതായത് CI പറഞ്ഞു, കുടുംബകാര്യം പറയാനല്ലേ ഇങ്ങോട്ട് വന്നത്, കോടതി കൂടെ സമയമായി, പോണം. അപ്പൊ നവീൻ പറഞ്ഞു, അതെ പോലീസ് സ്റ്റേഷന്റെ പരിധിയൊക്കെ കഴിഞ്ഞു, ഇത് കോടതിയാ, ഇവിടെ അധികം ഷോ ഒന്നും ഇറക്കണ്ട കേട്ടോ. അയ്യോ എന്റെ പൊന്നു വക്കീൽ സാറെ, ഞാൻ ഷോ കാണിച്ചതല്ല. പ്രതികളെ കോടതി ഹാജരാക്കാൻ കൊണ്ടുവരുമ്പോ ബന്ധുക്കളോട് തിരിഞ്ഞു നിന്ന് സംസാരിക്കേണ്ട കാര്യമില്ലെന്നാ ഞാൻ പറഞ്ഞത്. അപ്പൊ ആദർശ് പറഞ്ഞു, ഒരു തെറ്റും ചെയ്യാതെ എന്റെ ഭാര്യയെ കള്ളക്കേസിൽ കുടുക്കി ഇപ്പൊ താൻ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. തൊണ്ടി മുതലോട് കൂടിയാണ് പ്രതിയെ കസ്റ്റഡിയിൽ എടുത്തത്. അതിന് വ്യക്തമായ തെളിവുണ്ട്. വക്കീല് കഴിവ് തെളിയിച്ച ആളല്ലേ, നമുക്ക് നോക്കാം, ഊരിയെടുക്കാൻ പറ്റുമെങ്കിൽ ഊരിയെടുക്ക്. ഇന്നത്തെ പ്രകടനം
കലക്കൂല വക്കീൽ സാർ അല്ലേ എന്ന് CI പറഞ്ഞിട്ട് CI അങ്ങ് പോയി കേട്ടോ. ഈ സമയത്ത് പോലീസുകാരെല്ലാരും കൂടെ ചേർന്ന് നമ്മുടെ നയനെയും നയനെ ഡ്രൈവറിനെയും നേരെ കൊണ്ടുപോവാണ്. അപ്പോഴത്തേക്ക് നവീൻ പറഞ്ഞു ആദർശനോട് പേടിക്കണ്ട, ഞാൻ ഉണ്ട് കൂടെ. പോലീസ് വലിയ കുരുക്ക് തന്നെ ഉണ്ടാക്കിയൊക്കെ വെച്ചിരിക്കുന്നത്, പരമാവധി നമുക്കത് അഴിക്കാൻ നോക്കാം, ബാ കേറി ബാ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വക്കീല് അതായത് നവീന് ആദർശനെ വിളിച്ചുകൊണ്ട് കോടതിയിലേക്ക് പോവാണ്. ഇതേ സമയത്ത് എതിർഭാഗം വക്കീൽ അവിടെ ഉണ്ടല്ലോ. എതിർഭാഗം വക്കീലിനെ നമ്മുടെ നവീൻ ചുഴിഞ്ഞു കുത്തി നോക്കുന്നുണ്ടേ. അങ്ങനെ നമ്മുടെ വക്കീല് പറയുക, അതായത് നവീനോട് പറയുക, എതിർഭാഗം വക്കീല്, ദേ നരസിംഹം സാറിന്റെ ആ ഒരു പകർച്ച ഉണ്ട് എന്നൊക്കെയാ നവീൻ വക്കീലിന് പറയുന്നത്. പക്ഷെ അതൊക്കെ ഇങ്ങനെ ചോരയിൽ കയറിയിട്ട് ഏറ്റുപിടിക്കേണ്ട കാര്യമുണ്ട്. ഒരിക്കൽ തോറ്റതാ, അത് പിന്നെ തോൽവിയും ജയമൊക്കെ കോടതിയിൽ ഉണ്ടാവൂല്ലോ. വിജയത്തിന്റെ ലഹരി ഒന്നും എന്റെ തലയ്ക്ക് പിടിക്കാറില്ല. ഓ, ഇതുവരെ തോറ്റിട്ടില്ലാത്ത വക്കീല് ദേ എന്റെ മുമ്പിൽ തല താഴ്ത്തി പോകുന്നത് എനിക്കൊരു ക്രെഡിറ്റ് തന്നെയാണ്. ആ ക്രെഡിറ്റ് കിട്ടുന്നത് നല്ലതാ. ആനന്ദപുരിക്കാര് പണത്തിലും മുങ്ങിത്താഴുന്നവരാ. അതുകൊണ്ട് ഈ കേസിൽ ഇഷ്ടം പോലെ ക്യാഷ് ഒക്കെ കിട്ടുമായിരിക്കും. എന്നാ പിന്നെ തോറ്റാൽ എന്ത് ജയിച്ചാൽ എന്ത് അല്ലേ? ആയിക്കോട്ടെ ഓൾ ദ ബെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഡേവിഡിന്റെ വക്കീൽ അങ്ങ് പോയി കേട്ടോ. ഇത് കേട്ടപ്പോ ആദർശ് പറഞ്ഞു, നവീനെ എന്താ അയാൾ ഈ പറയുന്നത്? ആദർശേട്ട പേടിക്കൊന്നും വേണ്ട, നയന ഒരു അമ്മയാകാൻ പോകുന്ന സ്ത്രീയാ, അത് കോടതി പരിഗണിക്കാതിരിക്കില്ല, ജാമ്യം നിഷേധിക്കാനും പറ്റത്തില്ല. അല്ല, അവക്ക് വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ. അത് ഇപ്പൊ പറയാൻ പറ്റില്ല ആദർശേട്ട, നമുക്ക് പോകാം നോക്കാം, ആദർശേട്ടൻ ബാ എന്ന് പറഞ്ഞുകൊണ്ട് നവീൻ വിളിച്ച് കോടതിയിലേക്ക് കൊണ്ടുപോവാണ് ആദർശിനെ. ഈ സമയത്ത് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുത്തച്ഛനാണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കാണുക കേട്ടോ നയനമോളുടെ ഈ ഒരു വാർത്ത. എന്നിട്ട് നമ്മുടെ മുത്തശ്ശിയോട് പറയുന്നുണ്ട്, സോഷ്യൽ മീഡിയയിൽ നയനമോളുടെ പരാജയം, നമ്മുടെ പരാജയം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ദേ എന്താണെന്ന് അറിയില്ല ഇനി സംഭവിക്കാൻ പോകുന്നത്. ഇദ്ദേഹം എന്തിനാ ഇപ്പോഴും ഇങ്ങനെ കുലുങ്ങാതിരിക്കുന്നത്? എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യ്. ഇദ്ദേഹം പറയുന്നത് പോലെ AM ജ്വല്ലറിയുടെ MD ബിനാമിയാണെന്നല്ലേ? ആ ബിനാമി ആയിരിക്കൂലോ ഇതൊക്കെ ചെയ്തോണ്ടിരിക്കുന്നത്. പിന്നെ ആദർശമോനെ കുറ്റപ്പെടുത്തിയിട്ട് എന്താ കാര്യം? എങ്കിലും മറഞ്ഞിരിക്കുന്നവരനെ ഒരു ദിവസം പുറത്ത് വരുമല്ലോ, അവനെ പുറത്ത് കൊണ്ടുവരണമല്ലോ. ആദർശിനെ ഞാൻ കുറ്റപ്പെടുത്തുന്നതല്ല, എന്റെ ഉള്ളിൽ ചില സംശയങ്ങളൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്, കടന്നുകൂടിയിട്ടുണ്ട്. അങ്ങനെ സംശയിച്ചുകൊണ്ട് ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. എല്ലാവരും നെഞ്ചിടിപ്പോട് കൂടിയൊക്കെ കാത്തിരിക്കുന്നത്. മോക്ക് എന്ത് സംഭവിക്കുന്ന ആർക്കും അറിയില്ല. നമ്മുടെ കുടുംബത്തിന്റെ പേര് അത് പോവില്ലേ? അതിന്റെ റിസൾട്ട് എന്താവുമെന്ന് ഞാൻ പറഞ്ഞല്ലോ, അതൊരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും പോവില്ല. അല്ല, നിങ്ങൾ ഇദ്ദേഹം വിചാരിക്കുന്ന പോലെ സംഭവിച്ചില്ലേ എന്ത് ചെയ്യും? അതിനൊരു ഉത്തരം പറ. അതിനെന്തുത്തരം പറയാന്? അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാല് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ചെയ്യും. എല്ലാത്തിനെയും ഞാൻ ചുട്ടരിക്കും. ഇങ്ങനെയൊക്കെ പറയാനല്ലേ പറ്റത്തുള്ളൂ, പറയാൻ പറ്റുന്നതല്ല, ഞാൻ ചെയ്യും. എന്റെ നെഞ്ചിലെ നീറ്റൽ ഇദ്ദേഹത്തിന്റെ ഉള്ളിലും ഉണ്ടെന്ന് എനിക്കറിയാം. എന്റെ നീറ്റൽ തന്നെ ഇദ്ദേഹത്തിന്റെ ഉള്ളിൽ കിടക്കുന്നത്. പിന്നെ എങ്ങനെയാ ഈ രീതിയിൽ ഇരിക്കാൻ പറ്റുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ വീടിന്റെ നെടുന്തൂണാണ് ആദർശ നയനയും. അവരെയാണ് നമ്മുടെ എതിരാളികൾ തെരഞ്ഞുപിടിച്ച് കെണിയിൽപ്പെടുത്തുന്നത്. നന്ദിയില്ലാത്തവർക്ക് ഒരുപാട് നാൾ പിടിച്ച് നിൽക്കാൻ പറ്റത്തില്ല. അത് എന്റെ അനുഭവം തന്നെയാണ്. നമ്മളോട് ഈ ദ്രോഹം ചെയ്യുന്നവർ നിലയില്ല കയത്തിലേക്കാ പൊക്കോണ്ടിരിക്കുന്നത്. അത് നീ മനസ്സിലാക്കുക വസന്തരെ. പക്ഷെ ഇപ്പൊ അങ്ങനെ പോകുന്ന ഈ കുടുംബമാണെന്ന് എനിക്ക് തോന്നുന്നത്. താൻ ഭയക്കാതിരിക്കുക, ഒന്നും സംഭവിക്കത്തില്ല. ഇതല്ല, ഇതിനപ്പുറം നമ്മൾ തരണം ചെയ്യാൻ പോവുക. അത് തരണം ചെയ്യാൻ വേണ്ടി തന്നെ നമ്മൾ ഇതൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ പ്രതിസന്ധികളും ഒരു പാഠമായിട്ട് നീ കാണു വസന്തരെ. നോക്കിക്കോ, നയനമോള് തിരിച്ചു വരും, നയനമോൾ ഇവിടെ എത്തും എന്നൊക്കെ നമ്മുടെ മുത്തശ്ശിയോട് പറയട്ടെ. പിന്നെ കോടതി കൂടുന്ന കേട്ടോ കാണിക്കുന്നത്. അങ്ങനെ എതിർഭാഗം വക്കീല് നമ്മുടെ നയനയോട് സംസാരിക്കുന്ന കേട്ടോ കാണിക്കുന്നത്. അങ്ങനെ സംസാരിക്കുന്ന വേറെ ഒന്നുമല്ല, ഓരോന്ന് തിരിഞ്ഞും മറിഞ്ഞും കുത്തിയും ഒക്കെ ഇങ്ങനെ ചോദിക്കുവാണ് കേട്ടോ. എന്ന് മുതലാണ് നമ്മുടെ മൂർത്തീസ് ജ്വല്ലറിയിൽ ജോയിൻ ചെയ്തിട്ട് അവിടെ എന്തായിരുന്നു പോസ്റ്റ് എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് ഞാൻ അവിടെ ഡിസൈനർ ആയിട്ടാണ് ജോയിൻ ചെയ്തത്, അത് വിവാഹത്തിന് ശേഷമാണെന്നൊക്കെ വളരെ വ്യക്തമായ രീതിയിൽ തന്നെ വളരെ സിമ്പിൾ ആയിട്ട് നമ്മുടെ നയന മറുപടി പറയുന്നുണ്ട്. അങ്ങനെ എതിർഭാഗം വക്കീല് കുടുംബചരിത്രം മുഴുവൻ ഇത് വിളമ്പുകയാണ് കേട്ടോ. നമ്മുടെ നയന എങ്ങനെയാണ് ആ കുടുംബത്തിലേക്ക് കയറി വന്നതെന്നും അതായത് പണം മോഹിച്ചു മാത്രമാണ് മക്കളെ ആ വീട്ടിലേക്ക് ഗോവിന്ദനും കനകദുർഗയും പറഞ്ഞയച്ചതെന്നും ഒക്കെ പറഞ്ഞിട്ട് അവിടെ ഭയങ്കരമായിട്ടും എന്താ പറയാ കുടുംബചരിത്രം മുഴുവൻ വിളമ്പുന്നുണ്ട്. നവീന് ഇടയ്ക്കിടയ്ക്ക് നവീന് ഇതിനിടയിൽ കയറി ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കുന്നുണ്ട്, തിരുത്തി വിടുന്നുണ്ട്. ഏതായാലും നമ്മുടെ നയനയും പറയുന്നുണ്ട്, ഇപ്പൊ ഞങ്ങൾ സന്തോഷത്തോടു കൂടിയാണ് ജീവിക്കുന്നത്. അപ്പോഴത്തേക്കും ആ വക്കീൽ അടുത്ത വിഷയം എടുത്തിടുന്നത്, കരള് കൊടുത്തിട്ട് മാത്രമാണ് ഇവള് അവിടെ ഉള്ളവരുടെ സ്നേഹം നേടിയെടുത്തത്. ഇവൾ ആ കുടുംബത്തില് കയറി ചെന്ന് താമസിക്കാൻ പറ്റിയ
അന്തസ്സുള്ളൊരു മരുമകളല്ലെന്ന് അവിടെയുള്ളവർക്ക് അറിയാം. പക്ഷേ കരള് ദാനം ചെയ്തതുകൊണ്ട് മാത്രമാണ് അവർ അംഗീകരിക്കുന്നത്. ഇതുകൂടെ കേട്ടപ്പോൾ നമ്മുടെ നയനയൊക്കെ തകർന്നു പോവാണ് കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷത്തിൽ കാണിക്കുന്നത്. നയനയ്ക്ക് ജാമ്യം കിട്ടോ ഇല്ലയോ എന്ന് ഏതായാലും ഇന്ന് നമുക്ക് അറിയില്ല. ഏതായാലും ജാമ്യം കിട്ടുക തന്നെ ചെയ്യൂ കേട്ടോ. അപ്പം ബാക്കി വിശേഷം നമുക്ക് നാളെ കാണാം കേട്ടോ. അപ്പൊ എല്ലാവരും കാത്തിരിക്കും അടുത്ത വിശേഷത്തിനായിട്ട്. അപ്പൊ അടുത്ത വിശേഷവുമായിട്ട് എത്രയും പെട്ടെന്ന് കാണാം. അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, അതുപോലെ തന്നെ കമന്റ് ചെയ്യുക, നമ്മുടെ വീഡിയോ ഫുള്ള് കാണുക. ഇവർക്കാണ് നമ്മൾ ആ സുവർണാവസരം ഒരുക്കി വെച്ചിരിക്കുന്നത്. നമ്മളൊരു സമ്മാനം കൊടുക്കുന്നുണ്ട്. എല്ലാ ആഴ്ചയിലും ഒരാളെ തെരഞ്ഞെടുത്ത് കമന്റ് ഇടുന്ന ഒരാളെ, അത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കണം കേട്ടോ. കമന്റ് ഇടുന്ന ഒരാളെ തെരഞ്ഞെടുക്കും. കമന്റ് മാത്രമല്ല, ഹൈപ്പ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, വീഡിയോ ഫുൾ ആയിട്ട് വാച്ച് ചെയ്യുക വേണം കേട്ടോ. അപ്പൊ അങ്ങനെ ഒരാളെ നമ്മൾ തെരഞ്ഞെടുക്കും കേട്ടോ. കമന്റിൽ നിന്ന് ഒരാഴ്ചയുള്ള എല്ലാ കമന്റ്സും നോക്കിയിട്ട് ഒരാളെ തെരഞ്ഞെടുത്തിട്ട് അവർക്കായിരിക്കും നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുക കേട്ടോ. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. അപ്പം എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ടാറ്റ ബൈ ബൈ. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുതേ.